ഈ പാകിസ്ഥാന് ഇപ്പോ ഇൻഡസ് വാലി ട്രീറ്റി നിർത്തലാക്കി അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു എന്ന് വന്നപ്പോൾ അവരിപ്പോൾ ഷിംല കരാറ് അവർ നിർത്തലാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെയ്തിട്ടില്ല, ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഷിംല കരാർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരാറാണ്. 1971 യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ പിടിയിലായി. ഷിംല കരാറിലൂടെയാണ് ഈ പട്ടാളക്കാരെ എല്ലാം പാകിസ്ഥാനെ തിരിച്ചു കിട്ടുന്നത്. നമ്മൾ വിട്ടുകൊടുത്തു. ഇന്ദിരാഗാന്ധി അന്നും ഹൃദയ വിശാലത കാണിച്ചു. ഇന്ദിരാഗാന്ധി ഞാൻ കുറ്റം പറയില്ല, അത് ഇന്ത്യക്കാരുടെ ഒരു പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ്. നമുക്ക് മറ്റുള്ളവരോട് സഹതാപം, വിട്ടുകൊടുക്കൽ, ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ബുദ്ധിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യൻ കൾച്ചറിനെ വളരെയധികം സ്വാധീനിച്ചിരിക്കാം 2500 വർഷമായിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ അഹിംസ, സമാധാനം എപ്പോഴും നമ്മൾ അതിനൊരു പ്രയോറിറ്റി എപ്പോഴും കൊടുക്കും. അപ്പൊ അത് കാരണം ഇന്ത്യ ചെയ്തെന്താണെന്നറിയോ? ഈ ഷിംല കരാറ് കാരണം 13,000 സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശം നമ്മൾ അന്ന് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ അടുത്ത് നിന്ന് പിടിച്ചെടുത്താണ്. ആലോചിച്ച് നോക്കണം എത്ര വലിയ പ്രദേശമാണെന്ന്. ഇത് നമ്മൾ പാകിസ്ഥാന് വിട്ടുകൊടുത്തു. ആകെ നമ്മൾ തുർത്തുക് എന്ന് പറയുന്നതും ദോത്തങ്, ത്യാക്ഷി, ചലുങ്ക എന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, തന്ത്രപരമായ പ്രദേശങ്ങൾ. ഏതാണ്ട് ഒരു 883 കിലോമീറ്റർ സ്ക്വയർ വരും. ഇത് മാത്രമാണ് നമ്മൾ കയ്യിൽ വെച്ചത്. ബാക്കി 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം നമ്മുടെ പട്ടാളക്കാർ ചോര നീരാക്കി ജീവൻ കൊടുത്ത് പിടിച്ചെടുത്ത സ്ഥലമാണ്. നമ്മൾ ഷിംല കരാർ കാരണം ഇവർക്ക് വിട്ടുകൊടുത്തു. അവരുടേതായിട്ട് നമ്മൾ പിടിച്ചു വെച്ചിരുന്ന പട്ടാളക്കാരെയും നമ്മൾ വിട്ടുകൊടുത്തു. കാരണം 71 യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതാണ്. പരാജയപ്പെട്ട് ഇന്ത്യയുടെ കരാറിൽ ഒപ്പുവെച്ചവരാണ്. അപ്പോൾ അന്ന് നമ്മൾ ആ ചെയ്ത കരാറ് പാകിസ്ഥാൻ പറയണം അവരത് സസ്പെൻഡ് ചെയ്യുമെന്ന്. ഈ ഒരു കരാറിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ കരാറിന് ശേഷമാണ് ഇന്നത്തെ LOC അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ യാഥാർത്ഥ്യമായത്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നത്. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത് ഈ കരാറിനെ അടിസ്ഥാനമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അത് സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള LOC എന്ന് പറയുന്നത് നിലവിലില്ല എന്നുള്ള അവസ്ഥയിലേക്കാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ വേണമെങ്കിൽ ഇങ്ങോട്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും കയറാമെന്നുള്ളൊരു സ്ഥിതി വരും. പക്ഷേ പാകിസ്ഥാൻ എന്തൊരു ബുദ്ധിമോശമാണ് കാണിക്കുന്നതെന്ന് ആലോചിക്കൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാക് അധീന കാശ്മീർ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഈ അവസരത്തിൽ അവർ LOC വേണ്ട എന്ന് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഷിംല കരാർ റദ്ദാക്കുമ്പോൾ വലിയ ഹീറോയിസ് ആയിട്ടൊക്കെ അവരുടെ ആൾക്കാർക്ക് തോന്നുക. പക്ഷേ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഈ കരാറ് സസ്പെൻഡ് ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ചെയ്തിട്ടില്ല. ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ വീരവാദം അടിച്ചതാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ കരാറ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിട്ടുകൊടുത്ത 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഉൾപ്പെടെ ക്ലെയിം ചെയ്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ത്യ ഭയങ്കര മാന്യന്മാരാണെന്നേ, ഭയങ്കര മാന്യന്മാരാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യ ഈ അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ മാനിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബഹുമാനം ലോകത്ത് കിട്ടുന്നുണ്ട്. പാകിസ്ഥാൻ ഏത് രാജ്യമാണ് വകവയ്ക്കുന്നത്? ആർക്കും വലിയ വിലയൊന്നുമില്ല. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ലോക രാജ്യങ്ങൾ മുഴുവൻ റെസ്പെക്ട് ചെയ്യുന്നൊരു പവറാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത ഒരാൾക്ക് എന്ന് വെച്ചാൽ സമൂഹത്തിൽ ആരോടും പ്രതിബദ്ധതയില്ലാത്ത, ഒരു സൽപ്പേരില്ലാത്ത, ഒരു നിരന്തരം പൊതുശല്യമായി മാറി അടിച്ചു പൂസായി ഓടയിൽ കിടക്കുന്ന, വാള് വെച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന, വഴിയെ പോകുന്നവരെ തെറി വിളിക്കുന്ന, ആർക്കും ഗുണമില്ലാത്ത ഒരു നാഷണൽ വേസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയും സമൂഹത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന, നാലാള് ബഹുമാനിക്കുന്ന, അത്യാവശ്യം വലിയ പദവികൾ അലങ്കരിക്കുന്ന ഒരു വ്യക്തി, ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മറ്റേ കക്ഷിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വട്ടപൂജ്യമാണ്. എന്നാൽ ഈ മാന്യനായിട്ടുള്ള ആളിന് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഒരിക്കലും ഈ മറ്റേ തറയുടെ ലെവലിലേക്ക് പോകാനും പറ്റില്ല. അപ്പം നമ്മുടെ അവസ്ഥ ഏതാണ്? ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മാന്യത അന്താരാഷ്ട്ര തലത്തിലുണ്ട്. ലോകം നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. തകർന്ന് തരിപ്പണമായ ഒരു എക്കണോമിയാണ് അവരുടേത്. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യത്തിനെ വളരെ കെയർഫുള്ളായിട്ടേ നമ്മൾ ഡീൽ ചെയ്യാവൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ കരുതലോടെ മാത്രം ഇവരെ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായെന്ന് കരുതുക, പാകിസ്ഥാൻ തോക്കും, ഒരു സംശയവും വേണ്ട. ഇത്രയും കാലം ഒരു യുദ്ധത്തിലും ഇന്ത്യയോട് ജയിക്കാത്ത പാകിസ്ഥാൻ ഇന്നൊട്ടും ജയിക്കാൻ പോകുന്നില്ല, തോറ്റിരിക്കും. പക്ഷെ ആ യുദ്ധം നമ്മളെയും എക്കണോമിക്കലി പിന്നോട്ടടിക്കും. കുറെ കൂടി നമുക്ക് എക്കണോമിക് പ്രോബ്ലംസ് അത് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാൻ നിൽക്കുമ്പോൾ യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്നൊരു ചർച്ച പോലും ഈ കമ്പനികളെ വീണ്ടും ആശങ്കയിലാഴ്ത്തും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കെയർഫുള്ളായിട്ടേ ഇന്ത്യ ഇവിടെ കളിക്കുള്ളൂ. അതായത് അടിച്ചാൽ അത് അടിച്ചതായിരിക്കും, തിരിച്ചിങ്ങോട്ട് വരാത്ത രീതിയിലുള്ള അടി. അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ കൊടുത്തൊരു പണിയുണ്ടല്ലോ, ഇൻഡസ് വാലി ട്രീറ്റി നമ്മൾ റദ്ദാക്കുമെന്നുള്ള ഒരു പണി. ഇത് പാകിസ്ഥാന് കൊള്ളേണ്ടതുപോലെ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഒരു യുദ്ധപ്രഖ്യാപനമായിട്ട് അവർ കാണുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കറിയാം ഈ നദിയിലേക്ക് വെള്ളം എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഗതി അധോഗതിയാണെന്ന്.
അപ്പോൾ ഇന്ത്യ കൊടുക്കേണ്ടത് മർമ്മസ്ഥാനത്ത്, ആനയുടെ മസ്തകത്തിൽ അടിക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മസ്തകത്തിൽ ഇതുവരെ ഇന്ത്യയുടെ ഒരു ഭരണാധികാരിയും തൊടാത്ത സ്ഥലത്താണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇത്ര യുദ്ധങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടും ഇന്ത്യൻ ഭരണാധികാരികൾ ഇൻഡസ് വാലി ട്രീറ്റിയിൽ തൊട്ടിരുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി ഇത് അവിടെയാണ് കയറി കൈവച്ചത്. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ മസ്തകത്തിൽ. മോദിക്ക് അറിയാം എവിടെ അടിച്ചാൽ വീഴുമെന്നുള്ളത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അടിയെന്ന് പറയുമ്പോൾ അടിച്ച ഉടനെ വീഴുന്ന അടിയല്ല, അല്പം സമയമെടുത്തേ വീഴൂ. പക്ഷെ വീണതാണ്, പിന്നെ എണീക്കാൻ പറ്റില്ല. കാരണം പാകിസ്ഥാൻ എക്കണോമി അത്രയധികം ഇൻഡസ് റിവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കൃഷിയായാലും അവരുടെ പവർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലായാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നദിയാണ്. ഈ നദിയാണ് പാകിസ്ഥാൻ്റെ ജീവൻ നിലനിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആ നദിയിലാണ് ഇപ്പോൾ ഇന്ത്യ ആണി അടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു പണി പാകിസ്ഥാൻ ആക്ച്വലി ഇനി കൊടുക്കേണ്ടതില്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ട് ആ കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇന്ത്യക്കാർക്ക്, ഗവൺമെന്റിനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ഒറ്റ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല, തുരത്തി അടിക്കും എന്നുള്ളത്. എന്തായാലും ഈ ഷിംല കരാർ റദ്ദാക്കും എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ കോമഡിയാണെന്നും കേട്ടിട്ട് നമുക്ക് അതിനോടൊന്നും പ്രതികരിക്കാൻ പോലുമില്ല. കാരണം അതിലും ഭേദം ആത്മഹത്യ ചെയ്തോളാന്ന് പറയുന്നതല്ലേ. ഷിംല കരാർ കാരണമാണ് അവരുടെ പട്ടാളക്കാരെ അവർക്ക് തിരിച്ചു കിട്ടിയത്, ഇന്ത്യ 13,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം തിരിച്ചു കൊടുത്തത്. എന്നിട്ടിപ്പോൾ ഇന്ത്യയുടെ ഔദാര്യത്തിൽ ഉണ്ടായ ഒരു കരാർ അവർ റദ്ദാക്കുന്നു. എടോ റദ്ദാക്കടോ, അതല്ലേ നമുക്ക് വേണ്ടത്. നിങ്ങൾ റദ്ദാക്കുന്നേ, എന്നിട്ട് LOC നിങ്ങൾ തകർത്തിങ്ങോട്ട് കയറി വരുമോ? ഇത് പാകിസ്ഥാനിലെ 3 പേരുടെ കയ്യടി കിട്ടാൻ കൊള്ളാം. പക്ഷേ ഇൻഡസ് വാലി ട്രീറ്റ് നിർത്തിക്കൊണ്ട് ഇന്ത്യ കൊടുത്ത പണി എന്താണെന്ന് കുറച്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് മനസ്സിലാവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.